നമ്മളിവിടെ ആവേശം 2K25 ഈ വർഷത്തെ ആവേശം ക്യാമ്പിന് തുടക്കം കുറിക്കുകയാണ്. നല്ല രീതിയിൽ കൊണ്ടുവന്ന് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ. കാരണം ഈ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് നമ്മുടെ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ മാർഗം വിദ്യാഭ്യാസത്തിൽ മാത്രമേ അല്ല മറ്റൊരു മാർഗ്ഗം മുന്നേറാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ മുൻതൂക്കം കൊടുത്ത് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർഗ്ഗം പാസ്സാകണം എനിക്ക് കണ്ടിട്ടുണ്ട്. നല്ല മാർഗ്ഗം കൂടി പാസ്സാക്കുന്ന നമ്മുടെ ആൾക്കാരൊക്കെ ഒരുപാട് ലോക നിലവാരത്തെക്കാളും മുന്നിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ഇവരുടെ ഇന്റലിജന്റ് കോഷ്യന്റ് മോശമാണെന്നുള്ള സാഹിത്യത്തിന്റെ കണക്കൂട്ടലൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ ശാസ്ത്രകാരന്മാരെയൊക്കെയാണ് പൊതുവെ ഇന്റലിജന്റ് കോഷ്യന്റ് കൂടുതലുള്ളവരായിട്ട് പറയുന്നത്. ഐൻസ്റ്റീന് എല്ലാവർക്കും അറിയാനുള്ള കഴിവ്, കാണുന്ന കാര്യങ്ങളെയും അറിയുന്ന കാര്യങ്ങളെയും ഓർത്തു വെക്കാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളെല്ലാം കൂടി കണക്കുകൂട്ടി ഒരാൾക്ക് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട് എന്ന് തീരുമാനിക്കുന്ന ഒരു ഫിഗറുണ്ട്. അതിനാണ് നമ്മൾ IQ എന്ന് പറയും, ഇന്റലിജന്റ് കോഷ്യന്റ്. അത് ആവറേജ് ലോക ജനസംഖ്യയുടെ ആവറേജ് എന്ന് പറയുന്ന ആ ഒരു നമ്പർ 100ആണ്. നമ്മൾ ഇന്ത്യക്കാരൊക്കെ അതിന് താഴെയാണെന്നാണ് പറയുന്നത്. 75-80 ഉള്ളൂ എന്നാണ് പറയുന്നത്. ആരുടെയും മുമ്പിൽ ചെന്നിങ്ങനെ നാട്ടല് വളഞ്ഞു നിന്ന് നീ യാചിക്കരുത്. നിന്റെ വട്ടല് നിവർത്തി നിന്ന് അത് നിന്റെ അധികാരം നീ പിടിച്ചു വെക്കണമെന്നാണ് മഹാനാരായണൻ പറഞ്ഞത്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുത്തരുടെ മുമ്പിൽ ബഹുമാന്യരായ ആശംസ പ്രസംഗിയത് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളെ കൂടപ്പിറപ്പുകളെ കുഞ്ഞുങ്ങളെ, ആവേശം 2K25 അതിൻ്റെ മഹനീയമായ ഉദ്ഘാടനം നടക്കുന്ന ഈ വേളയിൽ ഞാൻ നമ്മുടെ ഭാവിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ചുവടുവെപ്പിൻ്റെ തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ഈ സെൻറ്ററിൻ്റെ ഈ മണ്ണിൽ നമ്മൾ ഈ അകത്തളത്തിലിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് കുട്ടികളോട് പറയുന്നതിന് നമ്മുടെ അതോടൊപ്പം തന്നെ യോഗത്തിന്റെ ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആദരണീയനായ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ രക്ഷാധികാരി ഏവർക്കും എൻ്റെ രക്ഷകർത്താക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവർക്കും പറയാനുണ്ട്. അത് ഞാൻ എങ്ങനെ പറയുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ തമിഴ് സാർ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത്. ഇപ്പം എല്ലാ മേഖലകളിലും ആക്കിയത് കാരണം പല ടീച്ചർ ആവേശം ക്യാമ്പിൻ്റെ വെക്കേഷൻ ക്യാമ്പിൻ്റെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ക്യാമ്പിൽ കഴിഞ്ഞ ക്യാമ്പുകളെല്ലാം പങ്കെടുത്തവരും അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റാതെ ഉള്ളവരും വേദിയിലുണ്ട്. എല്ലാവരുമായിട്ട് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത്, അതുപോലെ തന്നെ ഒരു ഉദ്ഘാടകൻ, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച ഇവിടെ കൂടിയിട്ടുള്ള മാതാപിതാക്കളെ, കുട്ടികളെ എല്ലാവർക്കും വണക്കം. ആവേശം 2025 ഇതാണ് നമ്മുടെ ലോഗോ. ഈ പ്രോഗ്രാം ഈ 2 മാസത്തേക്കുള്ള ആവേശം കാത്തിരിക്കുന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു.
ആദിനാദസ്. ആദിത്യൻ. അംബരീഷ്. അഖിലേഷ്. അഖിലേഷസ്. അടുത്തതായിട്ട് ബുക്ക് നൽകുവാനായി പൊടിയൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആവണിയസ്. അക്ഷയ്. ആസ്ഥ. വൈഷ്ണവി. മാധവി. ആദിശാരാമി. ആഷിമ. ഇനി ബുക്ക് വാങ്ങിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കൂടെ വാങ്ങിച്ചില്ലേ ബുക്ക്? വേദലക്ഷ്മി. ശിവാനി. അമൽജിത്ത്. അതുല്യ. ആരിഷ് രാഹുൽ. ബുക്ക് വാങ്ങിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഈ ബുക്ക് തന്നവരില്ല നെയിം. അങ്ങോട്ട് എന്നാട്ടെ അവിടെ മുട്ടായി കൊടുക്കണം. മുട്ടായി ഇതിന്റെ അയ്യോ മോഹൻ സാറേ മോഹൻ സാറേ ഒന്ന് സൈഡ് പറഞ്ഞു. Yeah.